അപ്പൊ എന്റെ സ്വന്തം കുഞ്ഞുമക്കളെ, അപ്പൊ നല്ല കിടിലൻ കിടുക്കാച്ചി നല്ല ചീര പറിച്ചിട്ടുണ്ട് മക്കളെ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി തോരൻ വെച്ച് കഴിക്കാം. അപ്പൊ ഒരു എന്റെ മക്കളെല്ലാവരും വരും. അപ്പൊ കോൾബിൻ ചേട്ടൻ തന്നെ നട്ട്, കോൾബിൻ ചേട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി എടുത്ത് കോൾബിൻ ചേട്ടൻ തന്നെ കറി വെച്ച് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയാണ്. പോരി എന്റെ മക്കളെല്ലാവരും പോയി. അപ്പൊ കൂട്ടത്തിലൊരു പച്ചച്ചീരയും കൂടി ഉണ്ട് മക്കളെ. നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം മക്കളെ ഇതിന്റെ വേര്. അപ്പൊ നമുക്ക് ഇതിന്റെ വേരൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം മക്കളെ. നമുക്ക് ചട്ടി വെച്ച് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മക്കളെ. വെളിച്ചെണ്ണ ചൂട് വരുമ്പോ കടുക് ഇട്ട് കൊടുക്കാം മക്കളെ. കടുക് ഇട്ടുമ്പോ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം മക്കളെ, ചെറിയ ജീരകം. കിടിലിനായിട്ട് ചതച്ച വെളുത്തുള്ളി, നല്ല സൂപ്പറായിട്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട്. മൊരിയട്ടെ മക്കളെ, മൊരിഞ്ഞിട്ടുണ്ട് ഒരു വിധം. നമുക്ക് നമ്മുടെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മക്കളെ. ചട്ടി നിറഞ്ഞിട്ടുണ്ട് മക്കളെ, നല്ല പോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മക്കളെ. ചെറിയൊരു ചുവക്ക് വേണ്ടി കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം മക്കളെ. ഇങ്ങനെ പൊടിച്ചട്ടെ. ഇട്ട് കൊടുക്കാം. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ചുരുങ്ങി വരുന്നുണ്ട് മക്കളെ. ഒരുവിധം സെറ്റ് ആയിരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മക്കളെ. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. അപ്പൊ എന്റെ മക്കളെ നല്ല കിടിലൻ കിടുക്കാച്ചി ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കാം. വേറെ ലെവല്. ആഹാ ആഹാ. അടിപൊളി. സാധാരണ ചീരത്തോരനിൽ ജീരകം ഇടാറില്ല. ജീരകം ഇട്ട് നോക്കി എൻ്റെ മക്കള്, പൊളപ്പനാണ്. ചോറ് വേണ്ട മക്കളെ. ഇതേപോലെ ചീര, മുരിങ്ങയില, പയറില, മത്തങ്ങയില ഇതൊക്കെ കഴിക്കുമ്പോഴല്ലോ ഒരു പാത്രം നിറച്ചെടുത്ത് അങ്ങോട്ട് കഴിക്കുക. ചോറ് ഒഴിവാക്കുക. ചോറ് വെച്ചിട്ട് എന്ത് ഇടാനോ ഇത് വെച്ചാൽ ശരീരത്തിനല്ല, കാൽസ്യം ഉണ്ട് ഇതിനകത്ത്. എൻ്റെ മക്കളൊക്കെ സെറ്റ് ചെയ്തോ. അടുത്ത വീഡിയോയിൽ കാണാം.